ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ദശകമാണ്, ഗോപീജന വസ്ത്രാപഹരണം. ഈ ദശകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദശകം നമ്മൾ വായിക്കുമ്പോൾ ഗോപസ്ത്രീകൾക്ക് കാർത്യായനി വ്രതമെടുത്ത് ഇഷ്ടവരപ്രാപ്തി ലഭിച്ചതുപോലെ ഭഗവാൻ നമ്മൾക്കും അനുഗ്രഹങ്ങൾ തരുന്നു. ഈ കഥ ഭട്ടതിരിപ്പാട് ചുരുക്കമായി വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം. കണ്ണൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ച കഥ ചുരുക്കി വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ. മദനപീഡിതരായ ഗോപവനിതകൾ ഭഗവാന്റെ പാദസേവ നടത്തുന്നതിനായി ഒരവസരമുണ്ടാക്കാൻ യമുനാ തീരത്ത് മണൽ കൊണ്ട് കാർത്യായനി വിഗ്രഹമുണ്ടാക്കി പൂജകൾ ആരംഭിച്ചു. ഭഗവത് നാമം ഉച്ചരിക്കുന്നതിലും കഥകൾ പാടുന്നതിലും തൽപരകളായ ഗോപസുന്ദരിമാർ യമുനയുടെ തീരത്തിലെത്തി നന്ദസുതൻ ഭർത്താവായി വരണമെന്ന് പ്രാർത്ഥിച്ച് കാർത്യായനി പൂജ നടത്തി. ഇപ്രകാരം 1 മാസം വ്രതമനുഷ്ഠിച്ച ഗോപവനിതമാരെ കണ്ട് കരുണാർദ്രനായ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ യമുനാ തീരത്തിലേക്ക് ഗമിച്ചു. വ്രതാവസാനം യമുനാ ജലക്രീഡയ്ക്കായി വസ്ത്രം അഴിച്ച് ജലത്തിലെത്തിയ ഗോപവനിതമാർ ഭഗവാനെ കണ്ട് ലജ്ജിതരായിത്തീർന്നു. അങ്ങനെ നാണം കൊണ്ട് തല കുനിച്ച് നിൽക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ അവരറിയാതെ എടുത്ത് അരികിലുള്ള കടമ്പുവൃക്ഷത്തിൽ കയറിയിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഗോപവനിതമാർ നോക്കുമ്പോൾ അവരുടെ ആരുടെയും വസ്ത്രം കാണുന്നില്ല. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് അവരവരുടെ വസ്ത്രം മാറാതെ വാങ്ങിക്കൊണ്ടു പോയിക്കൊള്ളുക. ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഗോപികമാരോട് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത അന്താളിപ്പും ഒപ്പം മോഹവുമുണ്ടായി. ചിരംജീവനം ഭഗവാന് ആശംസിച്ച് ദാസികളായ തങ്ങളെ എന്തിനിങ്ങനെ വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വസ്ത്രം മടക്കിത്തരാൻ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ഒരു തൂമന്ദഹാസം മാത്രം പൊഴിച്ചു. പരിശുദ്ധകളായ ഗോപവനിതകൾ നാണം മറന്ന് ഭഗവാൻ മാത്രം ശരണമായിട്ടുള്ളവരായി കൈകൂപ്പി കരയ്ക്ക് കയറി വന്നപ്പോൾ കൃഷ്ണൻ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹരൂപമായ വാക്കുകൾ പറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹം മനസ്സിലായി. യമുനാ തീരത്തിൽ വെച്ച് ചന്ദ്രികാചർച്ചിതമായ രാത്രികൾ അതിനു മറുപടി നൽകും എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. അവർ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നു അത്. ഭഗവാന്റെ വായിൽ നിന്ന് അടർന്നു വീണ മധു ഒഴുകുന്ന മധുരമായ വാക്കുകേട്ടിട്ട് സുന്ദരിമാരായ ഗോപവനിതകൾ പ്രണയാധിക്യത്തോടു കൂടി തന്നെ ഭഗവാനെ നോക്കി നോക്കി മനസ്സിലുറപ്പിച്ച് പതുക്കെ ഗൃഹത്തിലേക്ക് പോയി. ഇപ്രകാരം ഗോപവനിതമാരുടെ അഭീഷ്ടദാന പ്രതിജ്ഞയോടുകൂടി ഭഗവാൻ വീണ്ടും വനാന്തരങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ആ ഭഗവാൻ എൻ്റെ ദുഃഖവും ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 60 ഗോപീജന വസ്ത്രാപഹരണം. ശ്ലോകം 1. മദനാതുരചേതസോന്വഹം ഭവതം ഖ്രിദ്വയദാസ്യ കാമ്യയാ യമുനാ തടസീം നിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിജൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. മദനാതുര ചേതസ അന്വഹം ചേതസോന്വഹം ഭവത് അംഘ്രി ദ്വയ ദാസ്യ കാമ്യയാ യമുനാ തട സീംനി സൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിജൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അന്വഹം പ്രതിദിനം, മദനാതുര ചേതസ കാമപീഡിതമായ മനസ്സോടുകൂടിയവരായ തരളാക്ഷ്യ ഗോപസ്ത്രീകൾ
ഭവദംഘ്രിദ്വയദാസി കാമ്യയ, അങ്ങയുടെ കാലടിയിൽ ദാസ്യം വേണമെന്നുള്ള ആഗ്രഹത്താൽ, യമുനാ തടസീംനി, യമുനാ തീരത്തിൽ, സൈകതീം മണൽ കൊണ്ട് നിർമ്മിച്ച, ഗിരിജാം പാർവതീ വിഗ്രഹത്തെ, സമാർച്ചിജൻ പൂജിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മദനാതുര ദ എന്നുള്ളത് ദയയിലത്തെ, ചേതസ അന്വഹം ചേർത്തിട്ട് ചേതസോന്വഹം, ന്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭവത് അംഘ്രി ദ്വയദാസ്യ കാമ്യയ, ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയ. ഭവത് നോക്കാനുള്ളതിൻ്റെ അതും ദ എന്നാണ്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖ്രി എന്നുള്ളത് ഊന്നി പറയാനുള്ളതാണ്. മേഘം എന്നൊക്കെയുള്ളതിൻ്റെ ഖ എന്ന് വന്നതാണ് ഖ്രീന്ന്. ദ്വയദാസ്യ ദ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. കാമ്യയ യമുനാ തടസീംനി, സൈകതീം നീട്ടിയിട്ട് മുർക്കം, തരളാക്ഷ്യോ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗിരിജാം സമാർച്ചിജൻ അങ്ങനെ നിർത്താം. മദനാതുരചേതസോന്വഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയ, യമുനാ തടസീംനി സൈകതീം, തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിജൻ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. തവ നാമ കഥാരദാസമം സുദൃശ പ്രാതരുപാഗതാ നദീം, ഉപഹാരസദൈരപൂജയൻ, ദയിതോ നന്ദസുതോ ഭവേദിതി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. തവ നാമ കഥാരഥാ സമം സുദൃശ പ്രാതർ ഉപാഗതാ നദീം, ഉപഹാര ശതൈർ അപൂജയൻ, ദയിതോ നന്ദസുതോ ഭവേത് ഇതി. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തവ അങ്ങയുടെ, നാമകഥാരഥ നാമത്തിലും കഥയിലും തത്പരകളായ, സുദൃശ സുന്ദരിമാർ, സമം ഒന്നിച്ച്, പ്രാത പ്രഭാതത്തിൽ, നദീം യമുന നദിയെ, ഉപാഗത പ്രാപിച്ചിട്ട്, നന്ദസുത നന്ദപുത്രൻ, ദയിത ഭർത്താവായി, ഭവേത് ഭവിക്കണം, ഇതി എന്നു പ്രാർത്ഥിച്ചുകൊണ്ട്, ഉപഹാര സതൈ 100 ഉപഹാരങ്ങൾ കൊണ്ട്, അപൂജയൻ പൂജിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തവ നാമ കഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ നാമ കഥാരഥ എന്ന് അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമം എന്നുള്ളതിന് ഒരു സാ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ 2 സാ വേണം. സുദൃശ അവിടെ വിസർഗം. പ്രാതർ ഉപാഗത പ്രാതരുപാഗത, നദീം നീട്ടിയിട്ട് മുർക്കം, ഉപഹാര ശതൈർ അപൂജയൻ ചേർത്തിട്ട് ഉപഹാര ശതൈരപൂജയൻ, ദയിതോ നന്ദസുതോ നന്ദ നാദ എന്നാണ് നന്ദസുതോ, ഭവേത് ഇതി ഭവേദിതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ നാമ കഥാരഥാ സമം സുദൃശ പ്രാതരുപാഗതാ നദീം, ഉപഹാര ശതൈരപൂജയൻ, ദയിതോ നന്ദസുതോ ഭവേദിതി. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.